ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം 3 യോഹന്നാൻ 11. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ 12:21 പറയുന്നു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ആത്മാർത്ഥതയിലും സത്യത്തിലും നടന്ന ക്രിസ്തുഭക്തനായ ഗായോസിന് എഴുതിയ ഹ്രസ്വമായ കത്താണ് 3 യോഹന്നാനിലുള്ളത്. തൻ്റെ സഹോദരങ്ങളോടും അപരിചിതരോടും ഒരുപോലെ ആതിഥ്യമര്യാദ കാണിക്കുന്ന വ്യക്തിയായിരുന്നു പ്രിയ ഗായോസ്. ഗായോസിനെ പ്രശംസിക്കുന്നതോടൊപ്പം സഭയിലെ ദിയത്രൊഫേസ് എന്ന വ്യക്തിയെ യോഹന്നാൻ ശാസിക്കുന്നു. ഭക്തിഘട്ട മനോഭാവങ്ങളും വിമർശനാത്മക മനോഭാവങ്ങളുമുള്ള വ്യക്തിയായിരുന്നു ദിയത്രൊഫേസ്. യോഹന്നാന്റെ അപ്പോസ്തലിക അധികാരത്തെ കളങ്കപ്പെടുത്തുവാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് എന്ന് യോഹന്നാൻ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കു മാത്രമേ ദൈവനാമത്തിനായി ശുശ്രൂഷിക്കുന്നവരെ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. അതായത്, നന്മ ചെയ്യുന്നവർ ദൈവത്തിൽ നിന്നുള്ളവരാണ്, തിന്മ ചെയ്യുന്നവർ ദൈവത്തെ കണ്ടിട്ടില്ല. ദെമെത്രിയോസ് എന്ന മറ്റൊരു വ്യക്തിയെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് അവൻ എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചവനായിട്ടാണ്. സ്വന്തം നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് സത്യത്തെ പിന്തുടരാത്ത നേതാക്കളെ കരുതിയിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അല്ലെങ്കിൽ യഥാർത്ഥ സമാധാനം ലഭിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആത്മാർത്ഥതയിലും സത്യത്തിലും നടക്കുന്ന ഗായോസിനെ പോലെയുള്ള വ്യക്തികളുടെ കാൽച്ചുവടുകളെ പിന്തുടരുവാനും നീതിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് കർത്താവിന് പ്രസാദകരമായ നിലയിൽ വിശ്വാസ ജീവിതം നയിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.